നമസ്കാരം. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന സുപ്രധാനമായിട്ടുള്ള 3 ബില്ലുകൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാസാക്കിയ വിവരം നമ്മൾ കണ്ടതാണ്. ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബില്ല് തുടങ്ങിയവയാണ് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിച്ച് പുതിയ ഭേദഗതിയോടുകൂടി വീണ്ടും കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ലോക്സഭയുടെ പരിഗണനയിൽ വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമമായിട്ടുള്ള IPC, 1898 ക്രിമിനൽ നടപടി ചട്ടമായിട്ടുള്ള CRPC, 1872 ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയവയ്ക്ക് പകരമായിട്ടാണ് യഥാക്രമം ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമങ്ങൾ തുടങ്ങിയവ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് നമ്മൾ കണ്ടത്. 143 MP സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ ശബ്ദ വോട്ടോടെയാണ് ഈ ബില്ലുകൾ ലോക്സഭയിൽ പാസാക്കിയതെന്ന് നമ്മൾ കണ്ടു. നീതി വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ബില്ലുകൾ അവതരിപ്പിച്ചത് എന്നാണ് വിശദീകരണം ലഭിക്കുന്നത്. രാജ്യത്തെ പഴയ ക്രിമിനൽ നിയമത്തെ പറ്റിയും അത് പൊളിച്ചെഴുതപ്പെട്ടപ്പോൾ ഉണ്ടായ പുതിയ നിയമം എങ്ങനെയൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ചാനലിലെ കണ്ടന്റുകളും അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം വേസ്റ്റാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിഷ്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന പുതിയ ക്രിമിനൽ ബില്ലുകളുടെ പേരുകൾ ന്യായ സംഹിത സെക്കൻഡ് ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്കൻഡ് ബിൽ, ഭാരതീയ സാക്ഷ്യ സെക്കൻഡ് ബിൽ എന്നിങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പേരുകൾ. ഇപ്രകാരം ഒരു പേര് എന്തുകൊണ്ടാണ് എല്ലാത്തിനും വാലായിട്ട് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരാം. പാർലമെന്റിന്റെ മൺസൂൺ സെക്ഷന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 11 ഈ ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അവതരിപ്പിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളെ തുടർന്ന് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് വിടുകയും ആ കമ്മിറ്റി ഇതിനെപ്പറ്റി വിശദമായി പഠിക്കുകയും എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ അമെന്റ്മെന്റുകളാണ് ഇതിനകത്ത് ചേർക്കാനുള്ളതിനെ പറ്റി വിശദമായി പഠിച്ച് ഒടുവിൽ ബ്രിജ്ലാൽ തലവനായിട്ടുള്ള ഈ ഒരു കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് നവംബർ 10 സബ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഇതിലെ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകളൊക്കെ ഉണ്ടാകുക എന്നത് ഉറപ്പായിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ടൈം ഡിലേ, ജുഡീഷ്യൽ ഡിലേ എന്ന് പറയും. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ജുഡീഷ്യൽ ഡിലേ ടാക്കിൾ ചെയ്യുന്ന രീതിയിലാണ് പുതിയ അമെന്റ്മെന്റുകൾ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്ന ഉണ്ടായ ഒരു സ്മാർട്ട് അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ബില്ലുകൾ അവതരിപ്പിച്ച് അതിനെ വിഡ്രോ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം രണ്ടാമതൊരു പുതിയ ബില്ല് അവതരിപ്പിച്ചു എന്നൊരു ടാക്ടിക് മൂവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഓരോ ബില്ലുകളുടെയും പേരിന്റെ കൂടെ സെക്കൻഡ് എന്നൊരു വാല് കാണാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ഈ ന്യായ സംഹിത സെക്കൻഡ് ബില്ലിനെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ആദ്യ രൂപത്തിൽ ഏകദേശം 356 സെക്ഷനുകൾ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമപ്രകാരം 358 മാറിയിട്ടുണ്ട്. പരിഷ്കരിക്കപ്പെട്ട നിയമത്തിലെ ചില മാറ്റങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ക്രൈമാണ് ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൾക്കൂട്ട ആക്രമണത്തിൽ ഡെത്ത് പെനാൽറ്റിയാണ് പുതിയ നിയമപ്രകാരം നൽകപ്പെട്ടിരിക്കുന്ന ഒരു പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ രാജ്യദ്രോഹ നിയമങ്ങളിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഇത് പ്രകാരം വരുത്തിയിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം, അതായത് 124A നിയമം 1870 ബ്രിട്ടീഷ് ഭരണകാലത്താണ് നടപ്പിലാക്കിയതെന്ന് കാണാം. ഭരണവിരുദ്ധ പ്രസ്താവനകളെ ചങ്ങലക്കിടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഈ നിയമം ആയുധമാക്കുന്നതും കാണാം. മഹാത്മാഗാന്ധിയെയും ബാലഗംഗാധര തിലകനെയും നിശബ്ദരാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ നിയമം തന്നെയാണ് അന്ന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. യങ് ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിൽ ഗാന്ധിജി 3 ലേഖനങ്ങൾ എഴുതിയതിന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ 1922 6 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയെന്ന കാരണത്താൽ ബാലഗംഗാധര തിലകനെ 1898, 1908 വർഷങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇവർക്ക് പുറമെ ബാലഗംഗാധര തിലക്, അബ്ദുൾ കലാം ആസാദ് തുടങ്ങിയ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളും ഈ ഒരു നിയമത്തിന്റെ ബലത്തിൽ പലതരത്തിലുള്ള തടവ് ശിക്ഷകളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രൊവിഷനുകളെല്ലാം എടുത്തു മാറ്റിയെന്നാണ് പറയുന്നത്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള സെക്ഷൻ 152 ഇതിനകത്ത് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ അല്ലെങ്കിൽ അടയാളങ്ങളിലൂടെയോ ഏതെങ്കിലും ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെയോ സാമ്പത്തിക മാർഗങ്ങളിലൂടെയോ ഭിന്നിപ്പിക്കാനോ അല്ലെങ്കിൽ സായുധ കലാപം, അട്ടിമറി തുടങ്ങിയവ പോലെയുള്ള കാര്യങ്ങളെ ഉത്തേജിപ്പിക്കാനോ ശ്രമിച്ചാൽ ജീവപര്യന്തം തടവിനോ 7 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവിനോ ശിക്ഷിക്കപ്പെടുമെന്നതാണ് പുതിയ നിയമം അനുശാസിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് രാജ്യദ്രോഹത്തിന് ജീവപര്യന്തം അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം. ഇത് 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷയാക്കി മാറ്റാനാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. കൂടാതെ പിഴ ശിക്ഷയ്ക്കും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം
വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതേപോലെ ഇന്ത്യയുടെ പരമാധികാരത്തെയോ ഐക്യത്തെയോ അഖണ്ഡതയോ ഒക്കെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ എന്നിവയ്ക്കും വലിയ ശിക്ഷകൾ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. പുതിയ ബില്ലിൽ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്കൻഡ് ബില്ലിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സംസാരിച്ചിരുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ആ ശിക്ഷ ലഭിക്കുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിലേ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ബില്ലിൽ 533 സെക്ഷനുകൾ ഉണ്ടായിരുന്നു എങ്കിൽ രണ്ടാമത് റീസബ്മിറ്റ് ചെയ്തതിൽ 531 സെക്ഷനുകളാക്കി കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ മേല് ഒരു പ്രത്യേക തരത്തിലുള്ള കുറ്റം ചുമത്തപ്പെട്ടതിന് ശേഷം അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് പെർമിഷനും എടുക്കേണ്ടതായിട്ട് വരും. ഇപ്രകാരം ഹിയറിംഗിന് ശേഷം 7 ദിവസത്തിനുള്ളിൽ തന്നെ ചാർജ് ഷീറ്റ് തയ്യാറാക്കണമെന്നൊരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ പുതിയ ബില്ലിൽ ഈ ഒരു നിയമത്തിന് വലിയ ഉറപ്പാണ് നൽകുന്നത്. അതായത് ഹിയറിംഗിന് ശേഷം കൃത്യമായും 7 ദിവസത്തിനുള്ളിൽ തന്നെ ചാർജ് ഷീറ്റ് ഉറപ്പായും തയ്യാറാക്കിയിരിക്കണം. മാത്രമല്ല ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിനെ തുടർന്നുള്ള 90 ദിവസം, അതായത് നമ്മൾ 3 മാസം എന്ന് പറയാം, ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പൂർണ്ണ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കണമെന്നും ഈ നിയമം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്തെന്നാൽ, കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ പൂർത്തിയായി അതിന്റെ വാദമൊക്കെ കേട്ടതിന് ശേഷം, അതായത് പ്രതിഭാഗത്തിന്റെയും വാദിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം വ്യക്തമായി കേട്ടതിന് ശേഷം ചില സന്ദർഭങ്ങളിലൊക്കെ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് വെക്കാറുള്ള ഒരു പതിവ് സംഭവമാണ്. ഇപ്രകാരം റിസർവ് ചെയ്ത് വെക്കപ്പെട്ട ജഡ്ജ്മെന്റുകൾ 30 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ വിധി പ്രസ്താവിക്കണമെന്നും പുതിയ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആവശ്യമില്ലാത്ത ടൈം ഡിലേ, സമയതാമസങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദയാഹർജികൾക്കുള്ള ഒരു സമയക്രമം, സാക്ഷികളുടെ സംരക്ഷണം, മൊഴി രേഖപ്പെടുത്തുന്നതിനും തെളിവുകൾക്ക് ഇലക്ട്രോണിക് സംവിധാനങ്ങളും, കാലം മാറുകയാണ്, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ പുതിയ മാറ്റങ്ങളെല്ലാം ഈ ഒരു ബില്ല് പ്രകാരം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ബില്ലുകളും നിയമങ്ങളും ഒക്കെ വരുന്നതോടുകൂടി നമ്മുടെ വക്കീലന്മാർക്ക് കുറച്ച് പണി കൂടുന്നുണ്ട് എന്ന് പറയാം. ഇതിനെപ്പറ്റി എല്ലാവർക്കും വിശദമായിട്ട് പഠിക്കുകയും അപ്പോൾ അതിനനുസരിച്ചുള്ള വാദപ്രതിവാദങ്ങളായിരിക്കും പിന്നീട് നടത്തേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, കേസുകളിൽ ഉണ്ടാകുന്ന കാലതാമസമൊക്കെ കുറച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ബില്ലുകൾ സമർപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ ഓരോ തവണയും ആവർത്തിച്ച് പറയുന്നുണ്ട്. 543 അംഗ ലോകസഭയിൽ ഒഴിവുള്ള സീറ്റുകൾ കഴിഞ്ഞാൽ 522 അംഗങ്ങളാണുള്ളത്. ഇതിൽ പ്രതിപക്ഷത്തെ 95 പേരെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാരായിട്ടുള്ള തോമസ് ചാഴിക്കാടനെയും AM ആരിഫിനെയും എല്ലാം ബുധനാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രസ്തുത ബില്ലുകളൊക്കെ പാർലമെന്റിൽ പാസ്സാക്കുന്നത്. സഭയിൽ ബാക്കിയുള്ള 45 പ്രതിപക്ഷ എംപിമാരിൽ 34 പേരും നിർണായക ഘട്ടങ്ങളിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന YSR കോൺഗ്രസ്, ബിജു ജനതാദൾ പാർട്ടികളിൽ നിന്നുള്ളവരാണ്. ഇത്തരം സാഹചര്യത്തിൽ ബിൽ പാസാക്കലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യപ്പെടലുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് മറുപടിയായിട്ട് സർക്കാർ പറഞ്ഞിരുന്നത് 18 സ്റ്റേറ്റ്, 7 യൂണിയൻ ടെറിട്ടറി, സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നുമുള്ള ജഡ്ജിമാര്, 22 ലോ യൂണിവേഴ്സിറ്റീസ്, മറ്റ് MLA മാർ തുടങ്ങിയവരുടെ എല്ലാവരുടെയും സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബില്ല് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബില്ലുകളിലെ വ്യവസ്ഥകൾ നമ്മളൊന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. രാജ്യദ്രോഹം അസാധുവാക്കാനും ആൾക്കൂട്ട കൊലപാതകം, പ്രായപൂർത്തിയാകാത്തവരെ ബലാത്സംഗം ചെയ്യൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഭാരതീയ ന്യായ സംഹിത ബില്ലിൽ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. അടുത്തതായി ചെറിയ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയായി പിഴയ്ക്ക് പകരം സാമൂഹിക സേവനം നൽകാനുള്ള വ്യവസ്ഥകളും BNS ബില്ലിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ വിഭജന പ്രവർത്തനങ്ങൾ, അതേപോലെ സായുധ കലാപം, അട്ടിമറി പ്രവർത്തനങ്ങൾ, വിഘടനവാദ പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും അങ്ങനെയുള്ള പ്രവൃത്തികളെയും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതുപോലെ കൊലപാതകം, ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കും ബില്ലിൽ വലിയ രീതിയിലുള്ള മുൻതൂക്കം നൽകിയതായിട്ട് കാണാം. വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ലിംഗഭേദമില്ലാതെയുള്ളതാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് രാജ്യത്തിന്റെ പൊളിച്ചെഴുതപ്പെട്ട ക്രിമിനൽ നിയമത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ അവതരിപ്പിച്ച ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി തോന്നിയാൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ, ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.